ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അധ്യായം 604. കുഞ്ഞ് സെലിബ്രേറ്റ് ബേബി ബെസ്റ്റ് വന്നിട്ടുള്ള പെട്ടികളെല്ലാം തന്നെ നീലിമ ഓരോന്നോരോന്നായി പൊട്ടിച്ചു നോക്കുകയാണ്. അതിലുള്ള പ്രോഡക്ട്സും അതുപോലെ തന്നെ അതിൽ ആരവിൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് നീലിമയുടെ പുഞ്ചിരി തൂകി നിൽക്കുകയായിരിക്കും നീലിമ. ചെറിയ പൗഡർ ടിന്നുകളിൽ വരെ ആരവിൻ്റെ കുഞ്ഞു ഫോട്ടോ അവർ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബേബീസ് ഹോപ്പിൻ്റെ പാക്കറ്റിൽ വരെ ആരവിൻ്റെ ഓമനത്വം തുളുമ്പുന്ന ആ ഒരു ഫോട്ടോ കണ്ടിട്ട് എത്ര കണ്ടിട്ടും മതി വരാത്ത നീലിമ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അമ്മേ, നീലിമ സ്വയം മതിമറിഞ്ഞു നിന്നു. അപ്പോഴാണ് അശ്വിൻ്റെ അമ്മയെന്നുള്ള ആ ഒരു വിളി കേട്ടത്. പെട്ടെന്ന് തന്നെ പിന്തിരിഞ്ഞു നോക്കി. അമ്മേ, ഇതെന്താ ഇവിടെ കുറച്ച് നിറച്ചു പെട്ടികളൊക്കെ? ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വന്നിട്ടാണ് അശ്വിൻ അത് ചോദിക്കുന്നത്. അവൻ കണ്ണ് തിരുമ്മിക്കൊണ്ട് നീലിമയെ സ്വീകരണം ചെയ്തു. നീലിമയും സ്വീകരണ മുറിയിലിരിക്കുന്ന ആ ഒരു പെട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ആ ഒരു ചോദ്യത്തിൽ അശ്വിന് മറുപടി, നീലിമയുടെ മറുപടി എന്താണെന്ന് കാത്തു നിൽക്കാനാവാതെ അശ്വിൻ എന്തു ചെയ്തു? ആ പെട്ടികളുടെ അങ്ങ് അടുത്തേക്കൊക്കെ പോവാണ്. പക്ഷേ നീലിമ അത് ഓരോ പെട്ടികളിലും അത് അശ്വിനായിട്ട് നൽകും. ആ സമയത്തിന് അശ്വിന് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ആരവിൻ്റെ ആ തുളുമ്പുന്ന മുഖം കണ്ടതും അശ്വിൻ്റെ മുഖം തെളിഞ്ഞു പോയി. എന്നിട്ട് പറയുന്നത്, അമ്മേ, എന്താ ഇതൊക്കെ? ഇതിലൊക്കെ ആരാണ്? ഇതൊക്കെ ആരാണ് ഇങ്ങനെ ആരവിൻ്റെ ഫോട്ടോ വന്നിരിക്കുന്നത്? ഇതൊക്കെ ആരാണ് ഇതിലൊക്കെ ആരവിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത്? ബേബി ബസ്സിൻ്റെ ഫോട്ടോഷൂട്ട് കാണുന്നത് അച്ഛനും കാണേണ്ടതല്ലേ? അന്ന് സിദ്ധാർത്ഥ് അവർ വന്ന് ഒരു ചേട്ടൻ വന്നിട്ട് ഒരുപാട് ഫോട്ടോസ് എടുത്തു പോയില്ലേ? അവരാണ് ഇതൊക്കെ ചെയ്തു തന്നിട്ടുള്ളത്. നമ്മുടെ ആരവിൻ്റെ ഫോട്ടോസൊക്കെ അവരുടെ ഷോപ്പുകളിലും മറ്റുമൊക്കെ ഉണ്ടായിരിക്കും. ഓ, നമ്മുടെ ആരവും ഒരു കുഞ്ഞു സെലിബ്രേറ്റ് ആയില്ല അമ്മേ? അശ്വിൻ ആകാംക്ഷയോടെ ചോദിച്ചു. അതേ മോനെ, അച്ചുവിനെ പോലെ തന്നെ ആരവും ഒരു കുഞ്ഞു സെലിബ്രിറ്റി ആയിരിക്കും. അവളുടെ മിഴികൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പോഴും മേശപ്പുറത്ത് നിന്ന് നീലിമയുടെ ഫോൺ പെട്ടെന്ന് തന്നെ ബെല്ലടിക്കാണ്. അതിൽ പ്രിയങ്കയുടെ ഒരു പേര് തെളിഞ്ഞു വന്നു. എന്താ പതിവില്ലാതെ ഒരു കോള്? മൊബൈൽ ചെവിയോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നീലിമ ചോദിക്കുന്നത്. നീലിമ മാഡം പെട്ടെന്ന് TV ഒന്ന് ഓൺ ചെയ്യേ. ഞാൻ പറഞ്ഞ ചാനൽ ഒന്ന് വെച്ച് നോക്കിക്കേ. എന്താ പ്രിയങ്ക എന്ന് നീലിമ സംശയത്തോട് ചോദിച്ചു. മാഡത്തിനൊരു സർപ്രൈസ് ഉണ്ട്. മാഡം പെട്ടെന്ന് TV ഒന്ന് ഓൺ ചെയ്ത് നോക്കിക്കേ. നീലിമയുടെ വെപ്രാളം അതുപോലെ തന്നെ പ്രിയങ്കയുടെ ആ ഒരു ആവേശവും കേട്ട് നീലിമ പെട്ടെന്ന് തന്നെ ആ ഒരു TV ചാനൽ ഓൺ ചെയ്ത് നോക്കി. അതുപോലെ തന്നെ എന്താണ് അതിലുള്ളത് എന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷയും ടെൻഡൻസിറ്റിയും നീലിമയ്ക്കുണ്ടായിരുന്നു. നീലിമയുടെ അരികിൽ അശ്വിൻ വന്നിരുന്നു. TV സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ആ ഒരു ബേബി ഫസ്റ്റിൻ്റെ പരസ്യം കണ്ടുകൊണ്ട് രണ്ടുപേരും ഒരുപോലെ തന്നെ അത്ഭുതപ്പെട്ടു. ബേബി പ്രോഡക്ട്സിൻ്റെ ആ ഒരു പരസ്യത്തിനൊപ്പം ആരവിൻ്റെ കളികളും ചിരികളും സ്ക്രീനിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജീവിതത്തിലെ മികച്ച തുടക്കത്തിനായി നിങ്ങൾ കുഞ്ഞിനെ ഏറ്റവും മികച്ചതിനെ തിരഞ്ഞെടുക്കൂ എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ ഒരു അർത്ഥവത്താക്കുന്ന പരസ്യങ്ങൾ തന്നെയായിരുന്നു. കുഞ്ഞിൻ്റെ കരച്ചിലും ചിരിയൊക്കെ ആയിട്ട് ആ ഒരു പരസ്യം അങ്ങനെ വളരെയധികം ശ്രദ്ധ ആകർഷിച്ച ഒന്നായി മാറുകയാണ്. നീലിമയുടെ മനസ്സ് സന്തോഷത്താൽ തുടികൊണ്ടു. തൻ്റെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ആ ഒരു ചിരിയും അതുപോലെ തന്നെ തൻ്റെ അനുജൻ്റെ ആദ്യത്തെ ഈ ഒരു കുഞ്ഞു ചിരിയും കളികളൊക്കെ കണ്ട് അശ്വിനും നീലിമക്കുമൊക്കെ കണ്ണ് നിറഞ്ഞു മനസ്സു നിറഞ്ഞു. ഒരേ നിമിഷത്തിലേക്ക് രണ്ടുപേരും നിശബ്ദമായി നിന്ന് പരസ്യം മുഴുവൻ അങ്ങ് കണ്ടു തീർത്തു. ആരവിൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു മുഖവും കളിയും ചിരിയും ഒക്കെ ആരുടെയും മനം വായിക്കുന്ന ഒന്നു തന്നെയാണ്. പെട്ടെന്ന് തന്നെ ആരവിൻ്റെ കരച്ചിൽ കേട്ടു. അവൻ ഉണർന്നു കഴിഞ്ഞു എന്ന് നീലിമക്ക് മനസ്സിലായി. ആരവിൻ്റെ അടുത്തേക്ക് നീലിമ പെട്ടെന്ന് തന്നെ ചെന്നു. തൊട്ടിലിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന ആരവിനെ എടുത്തിട്ട് നീലിമ പറഞ്ഞു, അമ്മയുടെ പൊന്നു മോനെ എന്നൊക്കെ പറഞ്ഞ് കയ്യിലെടുത്ത് അവനെ കൊഞ്ചിച്ചു. എന്നിട്ട് തൊട്ടിൽ നിന്നും വാരിയെടുത്ത് ഉമ്മ കൊടുത്തു. അമ്മയുടെ സാമീപ്യം തിരിച്ചറിഞ്ഞ് ആരവ് കരച്ചിലൊക്കെ നിർത്തി അമ്മയുടെ മാറിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കാണ്. അശ്വിനാണെങ്കിൽ ഓടിച്ചെന്ന് അനിയൻ്റെ നെറ്റിലൊന്ന് ചുംബിച്ചു. എന്നിട്ട് അശ്വിന് ആരവിനോടായിട്ട് പറയുന്നുണ്ട്, ആരാ, നീയും ഇപ്പോൾ എന്നെ പോലെ ഒരു കുഞ്ഞു സെലിബ്രിറ്റി ആയില്ലേടാ? നിന്റെ കളിയുമൊക്കെ എനിക്ക് ഒരുപാടകം ഇഷ്ടമായി തുടങ്ങി. ആരവിൻ്റെ വയറ്റിൽ ഇക്കിളിയാക്കിക്കൊണ്ടാണ് അശ്വിൻ അത് പറഞ്ഞത്. ഇക്കിളി പൂണ്ടപ്പോൾ ആരവ് പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. എൻ്റെ രണ്ട് മക്കളും ഇപ്പോൾ സ്റ്റാറായി. അശ്വിനെയും ആരവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നീലിമ അത് പറഞ്ഞത്. ആ സന്തോഷ നിമിഷം പങ്കുവെക്കാൻ സിദ്ധാർത്ഥ് അടുത്തില്ലല്ലോ എന്നോർത്തിട്ട് അവൾക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നിയിരുന്നു. എങ്കിലും തൻ്റെ മക്കളുടെ കളിച്ചിരികൾ ഒക്കെ കണ്ട് നീലിമ അവർക്കൊപ്പം ആ സന്തോഷത്തിൽ പങ്കുചേർന്നു. സിദ്ധാർത്ഥിൻ്റെ ഓഫീസ് മുറിയിൽ ഒത്തുകൂടിയിരിക്കുകയായിരുന്നു അലക്സും ജേക്കബും വിനോദുമൊക്കെ. ലാവണ്യമായിട്ടുണ്ടായ തലേ ദിവസത്തെ കൂടിക്കാഴ്ചയെ പറ്റിയിട്ട് അവനോട് പറയാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. മറ്റു രണ്ടുപേരും എന്താ ഇന്നലെ പോയ കാര്യം, ലാവണ്യയിൽ നിന്ന് എന്തെങ്കിലും സാധിച്ചോ എന്ന് അവരെ കണ്ടപാടെ തന്നെ സിദ്ധാർത്ഥ് ചോദിച്ചു. അതേക്കുറിച്ച് പറയാൻ വേണ്ടി തന്നെ സർ ഞങ്ങൾ വന്നത് എന്ന് അലക്സ് ജേക്കബ് സംഭാഷണത്തിന് തുടക്കമിട്ടുകൊണ്ട് പറഞ്ഞു.
നമ്മുടെ പ്ലാൻ പോലെ തന്നെ ലാവണ്യ എന്നെ കണ്ട് ഇംപ്രസ്സായി. ഞാൻ ആരാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവൾ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ഞങ്ങൾ തമ്മിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്ന് ഏകദേശം കാര്യങ്ങളോടൊക്കെ അടുത്ത് എത്താറായപ്പോഴാണ് സഞ്ജയുടെ കോള് വന്നത്. അതോടുകൂടി അവർക്ക് ഭയങ്കരമായി പേടി തോന്നി. ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞ് ലാവണ്യ പെട്ടെന്ന് പുറത്തേക്ക് പോയി. ഞാൻ പുറകെ ചെന്ന് നോക്കുമ്പോഴേക്കും അവൾ ടാക്സി വിളിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും ലാവണ്യയിൽ നിന്നും എനിക്ക് ചോദിക്കാനും ഒന്നും മനസ്സിലാക്കാനും സാധിച്ചില്ല സർ. എനിക്ക് കുറച്ചുകൂടി സാവകാശം കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ അതൊക്കെ നേടിയെടുക്കാമായിരുന്നു. എന്നാൽ അതിനു മുൻപേ തന്നെ അവൾ പോയതുകൊണ്ട് നമ്മുടെ ആ ഒരു പ്ലാനൊക്കെ ചീറ്റിപ്പോയി എന്ന് അലക്സ് പറഞ്ഞത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് വല്ലാത്തൊരു നിരാശ പടരുകയാണ്. ഷോ, ഇത് കഷ്ടമായല്ലോ. സാരമില്ല, നമുക്കിനിയും അവസരമുണ്ടല്ലോ. ഏതായാലും ലാവണ്യ അലക്സിനെ കണ്ട സ്ഥിതിക്ക് അവൾ വീണ്ടും ഇനി വരാൻ തന്നെ സാധ്യതയുണ്ട് എന്ന് സിദ്ധാർത്ഥ് ആലോചനയെ കൂടിയാണ് പറയുന്നത്. നമ്മുടെ മിഷൻ നടന്നില്ലെങ്കിലും അലക്സ് അതുപോലെ തന്നെ ലാവണ്യം അലക്സിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഫോട്ടോസ് ഉണ്ടല്ലോ, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് സർ. അതെല്ലാം വിനോദ് പറഞ്ഞു. എന്നിട്ട് വിനോദ് ഫോൺ എടുത്തിട്ട് ആ ഒരു ഫോട്ടോസ് സിദ്ധാർത്ഥിന് മുന്നിൽ വിനോദ് കാണിച്ചു കൊടുക്കുകയാണ്. ഓ, ലാവണ്യ അലക്സിനെ കിസ് ചെയ്തോ എന്ന് ചോദിച്ച് വിശ്വസിക്കാനാവാതെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ചോദിക്കാണ്. ശരിയാണ് സർ, ഞാൻ പോലും പ്രതീക്ഷിക്കാതെ തന്നെ ഇതൊക്കെ സംഭവിച്ചത്. അതൊക്കെ പറഞ്ഞ സമയത്ത് തന്നെ അലക്സിന് ഒരു ചെറിയ ചമ്മലൊക്കെ തോന്നി. അങ്ങനെ സിദ്ധാർത്ഥ് ആ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്ത് ഒരു അമ്പരപ്പോടെ വിനോദിൻ്റെ കയ്യിൽ നിന്നും അലക്സ് ആ ഒരു ഫോൺ വാങ്ങിച്ചിട്ട് അലക്സും ആ ഒരു ഫോട്ടോ വീണ്ടും ശ്രദ്ധിക്കുകയാണ്. സിദ്ധാർത്ഥിന് അവളോടുള്ള ആ ഒരു വെറുപ്പ് ഒന്നുകൂടി കൂടി വന്നു. ആദ്യമായിട്ട് കാണുന്ന ഒരാളെ പെട്ടെന്ന് ഉമ്മ വെക്കാൻ ഇവൾക്കെന്താ ഉളുപ്പില്ലേ എന്നൊക്കെ സിദ്ധാർത്ഥ് ചോദിച്ചു. അവൾ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സർ. ഞാൻ കോടീശ്വരനാണെന്ന് കരുതിയിട്ടാണ് അവൾ എന്നെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത്. ഇന്നലെ ഹോട്ടലിൽ ആ ഒരു റൂം എടുത്തിട്ട് അവിടെ താമസിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു സർ. അപ്പോഴാണ് സഞ്ജയ് മുഖർജിയുടെ കോള് വന്നിട്ട് അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയത്. അലക്സിൻ്റെ വാക്ക് കേട്ട് സിദ്ധാർത്ഥിന് ലാവണ്യോടുള്ള വെറുപ്പ് അധികമായി അങ്ങ് തുടങ്ങുകയാണ്. ഒരു പെണ്ണിന് ഇത്രയൊക്കെ തരം താവാൻ കഴിയുമോ എന്നായിരുന്നു അവൻ ചിന്തിച്ചത്. ഈ ഫോട്ടോസ് വെച്ചിട്ട് നമുക്കൊരു കളി കളിച്ചാലോ എന്ന് വിനോദ് സിദ്ധാർത്ഥിനെ നോക്കി ചോദിച്ചു. വിനോദ് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് സിദ്ധാർത്ഥ് ചോദിച്ചു. നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട് സർ. ഒന്ന്, ഈ ഫോട്ടോസ് എല്ലാം തന്നെ സഞ്ജയ് മുഖർജിയെ കാണിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി തന്നെ ലാവണ്യയുടെ തനി നിറം എന്താണെന്ന് അയാൾക്ക് മനസ്സിലാവും. അവൾ തന്നെ ചതിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സഞ്ജയ് ഇതിൽ നിന്നും പിന്മാറിപ്പോയിക്കോളല്ലോ. ഈ 2 ഫോട്ടോസ് ഉപയോഗിച്ച് ലാവണ്യയെ ഭീഷണിപ്പെടുത്തി അവളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനും സാധിക്കും. ഈ ഫോട്ടോസ് ഒന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് അവൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് സഞ്ജയ് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ലാവണ്യക്ക് അവനിൽ നിന്നും ഒരു സ്വാധീനം ചെലുത്താനൊന്നും സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അവൾ പിൻവാങ്ങിക്കോളും. ഇതിൽ ഈ 2 ഓപ്ഷനിൽ ഏതാണ് ബെസ്റ്റ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അതനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്താൽ മതിയല്ലോ എന്ന് വിനോദ് പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് ഒന്നിരുന്ന് ആലോചിച്ചു. വിനോദ് പറഞ്ഞ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ ഈ ഫോട്ടോസ് കാണിച്ചിട്ടുള്ള ഭീഷണിയൊന്നും നമുക്ക് വേണ്ട. അതൊരു ലോക്കൽ സെറ്റപ്പായി എനിക്ക് തോന്നുന്നു. വേറൊരു നിവൃത്തിയുമില്ലെങ്കിൽ നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫോട്ടോസ് കാണിച്ച് ലാവണ്യയുടെ കള്ളത്തരം ബോധ്യപ്പെടുത്തുക എന്നതും അതൊരു ടാസ്ക് തന്നെയാണ്. ഈ ഫോട്ടോസ് എല്ലാം ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ലാവണ്യ ചിലപ്പോൾ അവനെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു എന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 2 പ്ലാനും എത്രത്തോളം വർക്കൗട്ട് ആവണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സിദ്ധാർത്ഥ് താടിയൊക്കെ തടവിക്കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും സർ? നമ്മുടെ മുന്നിൽ അധികം സമയമൊന്നുമില്ലല്ലോ എന്ന് അലക്സ് ആണ് ചോദിച്ചത്. നമുക്ക് മറ്റൊരു പ്ലാന് തയ്യാറാക്കാം. സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ വേറെ എന്തോ ഒരു പദ്ധതി തെളിഞ്ഞു വന്നു. ഒരു പുഞ്ചിരിയോട് കൂടി തന്നെ 2 പേരെയും നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. എന്ത് പ്ലാനാണ് സർ? അവർ 2 പേരും ഒരേ സ്വരത്തിൽ ചോദിച്ചു. ലാവണ്യ അലക്സിനെ കണ്ട് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവൾ വീണ്ടും നിന്നെ കാണാനായിട്ട് ആ ഹോട്ടലിലേക്ക് വരും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് സഞ്ജയ് നേരിട്ട് കാണും. ലാവണ്യ മറ്റൊരു പുരുഷനുമായിട്ട് അടുത്തിടപഴകുന്നത് സഞ്ജയ് നേരിട്ട് കണ്ടാൽ അതോടുകൂടെ അവളുടെ തനി നിറം തനി സ്വഭാവം മനസ്സിലാവും. പിന്നെ ലാവണ്യക്ക് എൻ്റെ മുന്നിൽ ഒന്നും പറഞ്ഞു നിൽക്കാനും സാധിക്കില്ലല്ലോ. ഈ ഒരു ഐഡിയ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോവാം. സിദ്ധാർത്ഥ് ഇതും പറഞ്ഞു. സാറ് പറഞ്ഞ ഈ ഒരു ആശയം ഞാൻ പറഞ്ഞതിനേക്കാൾ ഒക്കെ ബെറ്ററാണ് സർ. പക്ഷേ എന്നെ തേടി ലാവണ്യ ഇനി എങ്ങാനും വരുമോ? അവൾ വന്നാലല്ലേ നമ്മുടെ ഈ ഒരു പ്ലാനൊക്കെ നടക്കൂ എന്ന് അലക്സ് വീണ്ടും സംശയത്തോട് ചോദിച്ചു. എന്തായാലും ഇന്നും നാളേക്കായിട്ട് നിങ്ങൾ ആ ഹോട്ടലിലേക്ക് പോയി നോക്ക്. എങ്ങനെയെങ്കിലും ലാവണ്യ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവളുടെ ആ ഒരു ഹോട്ടലിൽ വരാമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവൾ വരാമെന്ന് സമ്മതിച്ച പിറ്റേ ദിവസം ലാവണ്യ ഹോട്ടലിലേക്ക് വരുന്ന അതേ സമയത്തിന് നമുക്ക് സഞ്ജയും അങ്ങോട്ടേക്ക് വരുത്തിക്കാം. അങ്ങനെ സഞ്ജയ് അങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ലാവണ്യ മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ട് എന്നൊരു സ്ത്രീയാണെന്നുള്ളത് സഞ്ജയ്ക്ക് ബോധ്യപ്പെട്ടോളും. ലാവണ്യ എന്നെ കാണാനായി അങ്ങോട്ടേക്ക് വന്നാൽ അവളെ പറഞ്ഞ് ഇല്ലാതാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. അപ്പോൾ അലക്സിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ആത്മവിശ്വാസം പടർന്നു. അങ്ങനെ സഞ്ജയ് അവിടെ എത്തിക്കുന്ന കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് വിനോദും ആലോചനയോടുകൂടെ പറയാണ്. എങ്കിൽ പിന്നെ നിങ്ങൾ സമയം കളയാതെ എപ്പോഴാണ് അവർ അങ്ങോട്ടേക്ക് വരാമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ 2 ഹോട്ടലിലേക്ക് ഇപ്പോൾ തന്നെ വിട്ടോ. ഇപ്പോൾ തന്നെ പോയിക്കോ എന്ന് സിദ്ധാർത്ഥ് 2 പേരോടായി പറഞ്ഞു. ഞാൻ ഏതായാലും റൂമിലേക്ക് പോയിട്ട് വേഷമൊക്കെ മാറിയിട്ട് വരാം.
എന്നിട്ട് ഇന്നലത്തെ പോലെ ഒരുങ്ങിയതിനു ശേഷം ഹോട്ടലിലേക്ക് പോവാമെന്ന് അലക്സ് സിദ്ധാർത്ഥിനോട് പറഞ്ഞു. എന്തായാലും അധികം വൈകിപ്പിക്കേണ്ട, ഇപ്പം തന്നെ നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിക്കോ എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് രണ്ടുപേരും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാണ്. ഹോട്ടൽ മാസ് മെമ്മോറിയൽ. അവിടെ എത്തിയപ്പോൾ രണ്ടുപേരും ആ ഹോട്ടലിലൊക്കെ എത്തി. അലക്സ് ആണെങ്കിലോ മുന്നിലെ ലാപ്ടോപ്പിലൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചുകൊണ്ട് ആരോടോ സംസാരിക്കുന്ന ഭാവേനെ ഒരു ലാപ്ടോപ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തോ ടൈപ്പ് ചെയ്യുന്നത് പോലെയൊക്കെ കാണിക്കാണ്. അവരവിടെ ഇങ്ങനെ അഭിനയിച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ ഇരിപ്പും അതുപോലെ തന്നെ മറ്റുമൊക്കെ കണ്ടാൽ അലക്സ് എന്തോ കാര്യമായിട്ടുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് മറ്റൊരാൾക്ക് തോന്നുള്ളൂ. ഒരു പക്ഷേ ലാവണ്യ തന്നെ അന്വേഷിച്ചു വന്നാൽ തനിക്കിവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് കള്ളം പറയാമെന്നൊക്കെയായിരുന്നു അവൻ മനസ്സിൽ തീരുമാനിച്ചിരുന്നത്. അലക്സിൽ നിന്നും കുറച്ച് മാറി അവനെ കാണാൻ കഴിയുന്ന വിധത്തിലാണ് ഈ വിനോദ് ഇരിക്കുന്നതും. ലാവണ്യ വരുമോ ഇല്ലയോ എന്നൊരു ആശങ്കയിലാണ് രണ്ടുപേരും. സമയം അങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. നേരം ഏകദേശം വൈകുന്നേരം 5 മണിയോടുകൂടെ അടുത്തു. അപ്പോഴേക്കും ഒരു ടാക്സിയിൽ ലാവണ്യ ആ ഒരു ഹോട്ടലിന്റെ മുന്നിലേക്ക് വന്നിറങ്ങി. ജനലിലൂടെ ചേർന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന വിനോദ് ലാവണ്യ ടാക്സിയിൽ വന്നിറങ്ങുന്ന ആ ഒരു രംഗം കണ്ടു. സർ, അവൾ വരുന്നുണ്ട്. ലാവണ്യ വരുന്നത് അപ്പം തന്നെ നമ്മുടെ വിനോദ് അലക്സിനോട് വിളിച്ച് പറയുകയാണ്. അങ്ങനെ ഹോട്ടലിലെ പ്രധാന കവാടം തുറന്ന് ലാവണ്യ ഒരു ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. പക്ഷേ അവളുടെ മുഖത്ത് ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. ലാവണ്യയുടെ ടെൻഷൻ മറ്റൊന്നുമല്ല, അലക്സിനെ വീണ്ടും കണ്ടുമുട്ടുമോ എന്നുള്ള ഭയമായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ലാവണ്യമായിട്ടുള്ള ആ ഒരു സംസാരത്തിനെടുക്കാണല്ലോ ഇത്രയും സംഗതികളൊക്കെ ഉണ്ടായത്. അതൊക്കെ അങ്ങനെ പെട്ടെന്ന് തന്നെ അലക്സ് ലാവണ്യയോട്, അതായത് അരുൺ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ യഥാർത്ഥ പേര് ഇതുവരെ അലക്സ് എന്ന് ലാവണ്യയോട് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അലക്സുമായിട്ട് സംസാരിക്കുന്ന സമയത്തല്ല സഞ്ജയുടെ കോൾ വന്നതും അവരവിടെ നിന്നും എഴുന്നേറ്റ് പോയതൊക്കെ. അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഭയം ലാവണ്യയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ലാവണ്യയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. സഞ്ജയ് തന്നെ കാണാൻ വരുന്നുണ്ട്, തൻ്റെ വീടിൻ്റെ വീട്ടിലേക്കാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോൺ കോളായിരുന്നു അത്. ആ കോൾ വന്ന പാടെ ലാവണ്യ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാൻ വരികയാണ്. കാരണം സഞ്ജയ് വരുന്നതിന് മുൻപേ തന്നെ വീട്ടിലേക്ക് എത്തണം, അങ്ങോട്ടേക്ക് പോവും വേണമല്ലോ. പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയത് കൊണ്ട് തന്നെ അലക്സ് എന്തെങ്കിലും വിചാരിച്ചോ എന്നൊക്കെയായിരുന്നു ലാവണ്യയുടെ മനസ്സിലെപ്പോൾ. ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും ഉപകാരം അലക്സ് അരുണിനെ കൊണ്ട് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഓർത്തുകൊണ്ടിങ്ങനെ നടക്കുമായിരിക്കും ലാവണ്യ. പക്ഷേ അതിന് നമ്മുടെ സഞ്ജയ് കാരണം അതൊക്കെ മുടങ്ങിപ്പോകുമെന്നുള്ള ആ ഒരു ചെറിയ ഭയം ലാവണ്യക്കുണ്ടായിരുന്നു. അതൊന്ന് ഉപേക്ഷിച്ചു പോവേണ്ടിവെന്നും അവനെക്കുറിച്ച് ഇനിയും എന്തൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അവനെ വിട്ടാൽ മതിയായിരുന്നു, ഇനി അവനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ലാവണ്യ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. മുന്നോട്ട് നടക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ ചുറ്റും അലക്സിനെ തേടുന്നുണ്ടായിരുന്നു. അങ്ങേയറ്റത്ത് ലാപ്ടോപ്പിൽ എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അലക്സിനെ ലാവണ്യ കണ്ടു. ലാവണ്യയുടെ കണ്ണുകൾ വിടർന്നുപോയി. തേടിയ വലിയ കാലിൽ ചുറ്റിയതുപോലെ തന്നെ അവൾ 2 കൈയും കൂട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ട് അവൾ തുള്ളിച്ചാടി. അവനെ അവിടെ കാണാൻ കഴിയുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ദൈവം തൻ്റെ കൂടെയുണ്ടെന്ന് ലാവണ്യക്ക് തോന്നി. തനിക്ക് പറ്റിക്കാൻ ഒരാളെ കൂടി കിട്ടിയല്ലോ എന്ന് അവൾക്ക് തോന്നി. അരുൺ സന്തോഷത്തോടു കൂടി തന്നെ അങ്ങനെ വിളിച്ചുകൊണ്ട് തന്നെ ലാവണ്യ അലക്സിൻ്റെ അടുത്തേക്ക് പോയി. അലക്സിനെ കണ്ട സന്തോഷത്തിൽ, ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ട് തന്നെ ലാവണ്യ ഇങ്ങനെ അരുണിൻ്റെ അടുത്തേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.